കരഘോഷങ്ങളുമില്ല, സാക്ഷികളുമില്ല. നിശബ്ദതയുടെ മുഖം മൂടി ധരിച്ച കൊണോഹെ എന്ന ലീഫ് വില്ലേജിന്റെ ഡെഡ്ലിയസ്റ്റ് ബ്ലേഡ്. സ്വന്തം മഹത്വത്തിനു വേണ്ടിയോ അഭിമാനത്തിനു വേണ്ടിയോ പോരാടിയവനല്ലിവൻ. യുദ്ധത്താൽ വളർത്തപ്പെട്ട് നഷ്ടത്താൽ തകർന്ന് ഇരുട്ടിൽ പൂർണ്ണത പ്രാപിച്ച നായകന്റെ കഥയുമല്ലിത്. ദ മാൻ ഹു കോപ്പിഡ് 1000 ജുറ്റ്സുവിന്റെ നിഴലാണിത്. സ്വന്തം ആത്മാവിന്റെ ഒരു ഭാഗത്തെ നശിപ്പിച്ച് കൊണോഹയുടെ രക്ഷാകവചവും അവസാനം കൊണോഹയുടെ തന്നെ ഉഗ്ര ആരാചാരായവും മാറി. അതേ കാലാന്തരത്തിൽ കക്കാഷി ഓഫ് ദ ഷരിംഗൻ അൻബുവിൽ ചേർന്നപ്പോൾ അവന് കിട്ടിയ നാമം ദ കോൾഡ് ബ്ലഡഡ് കക്കാഷി എന്നാണ്. യെസ്, ഷിനോബി ലോകത്തിലെ അൻബുവിനെ എടുത്തു പറയണമെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് റൂത്ത്ലെസ് വേർഷൻ ഓഫ് എനി നിഞ്ച, കക്കാഷി ഹട്ടാക്കെ ദ സീക്രട്ട് എക്സിക്യൂഷണർ. ഓക്കെ ഫൈൻ, കക്കാഷി ഹട്ടാക്കയുടെ ഡീറ്റെയിൽഡ് ക്യാരക്ടർ അനാലിസിസ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കക്കാഷിയുടെ അൻബു വേർഷൻ ആണ്. അതെ, ദ കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ റൂത്ത്ലെസ് അൻബു കക്കാഷി. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് ഫില്ലർ എപ്പിസോഡ്സിലാണ്. ഫില്ലർ എപ്പിസോഡ്സ് ഞാൻ സത്യം പറഞ്ഞാൽ ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അൺടിൽ ഇറ്റാച്ചിയുടെയും കക്കാഷിയുടെയും ഫില്ലർ എപ്പിസോഡ്സ് കാണുന്നതും വരെ. സോ നമുക്ക് ഏതായാലും അൻബു കക്കാഷിയെ പറ്റി നോക്കാം. ബോൺ ഇൻ ടു ദ വാർ, എ ചൈൽഡ് വിത്തൗട്ട് എ ചൈൽഡ്ഹുഡ് എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ കക്കാഷി ഹട്ടാക്കെ 3rd ഗ്രേറ്റ് നിഞ്ച വാറിന്റെ ടൈമിലാണ് ജനിക്കുന്നത്. നിഞ്ച അക്കാഡമിയിൽ നിന്ന് കക്കാഷി ഗ്രാജുവേറ്റ് ചെയ്യുന്നത് 5ാമത്തെ വയസ്സിലാണ്. ചുനീൻ ആകുന്നത് 6ാമത്തെ വയസ്സില്, ജുനീൻ ആവുന്നത് 12ാമത്തെ വയസ്സില്. ഇത്രയും, അതായത് ലിറ്ററലി കുട്ടിക്കാലം ഇല്ല. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ അച്ഛനായിക്കോട്ടെ വൺ ഓഫ് ദി ലെജൻഡറി വാരിയേഴ്സ് ഇൻ ദ എൻറ്റയർ ഷിനോബി വേൾഡ്, സാക്കുമോ ഹട്ടാക്കെ. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനൽ ചെക്കൗട്ട് ചെയ്യുക. സോ ഒരു ലെജൻഡറി ഷിനോബിയുടെ മകൻ എന്ന രീതിയിൽ ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഒരു ചൈൽഡ് അനുഭവിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കാതെ ഒരു സൂപ്പർ നിഞ്ചയായിട്ട് കക്കാഷി വളരുകയായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ കക്കാഷി ഹട്ടാക്കയുടെ അച്ഛനായിട്ടുള്ള സാക്കുമോ തന്റെ കോംറേഡ്സിനെ ചൂസ് ചെയ്തു മിഷന് പകരമായിട്ട്. അതിൽ നിന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം പഴി കേട്ടിട്ട് സാക്കുമോ സൂയിസൈഡ് ചെയ്യുകയാണ്. അവിടെ നിന്ന് കക്കാഷി ആദ്യത്തെ ലെസൺ പഠിക്കുന്നു, ദ വില്ലേജ് വിൽ അബാൻഡൺ ഇഫ് യു ഫെയിൽ. അതായത് തന്റെ മിഷനാണ് ആദ്യം നോക്കേണ്ടതെന്ന്. അത് കഴിഞ്ഞ് അവന്റെ തന്നെ റൂൾസിലാണ് കക്കാഷി വളർന്നു വരുന്നത്. എ സോൾജർ ഹു ബിലീവ്ഡ് ഇൻ റൂൾസ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം യങ് കക്കാഷി നല്ല കോൾഡും റിജിഡും ഇമോഷൻലെസ്സും ആയിട്ടാണ് വരുന്നത്. റൂൾസ് ഒക്കെ പെർഫെക്റ്റ്ലി ഫോളോ ചെയ്തിട്ട് നല്ല മിഷൻസ് ഒക്കെ വാല്യൂ ചെയ്ത് കോംറേഡ്സിനേക്കാൾ കൂടുതൽ വാല്യൂ ചെയ്ത് ഒരു ഗ്രീഫിനെ സർപ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു യങ് കക്കാഷിനെയാണ് നമ്മൾ കാണുന്നത്. അക്കാഡമി കഴിഞ്ഞ് നമ്മുടെ മിനാട്ടോയുടെ ടീമിൽ, അതായത് ഒബിറ്റോ റിൻ അടങ്ങുന്ന ടീമിലാണ് കക്കാഷി വരുന്നത്. ഈ ഒരു ടൈമിലാണ് ഒബിറ്റോ ആദ്യമായിട്ട് നമ്മുടെ കക്കാഷിയെ പഠിപ്പിക്കുന്നത് കോംറേഡ്സിനെ ആരാണോ അവൻ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നത് അവൻ സ്കമ്മാണ്, വേഴ്സ് ദാൻ സ്കമ്മാണെന്നൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ കക്കാഷിയുടെ ഒരു ഉൾക്കണ്ഠ തന്നെ തുറന്നു. സോ ഇവഞ്ച്വലി സ്റ്റോറി മുൻപോട്ട് പോകുമ്പോൾ കക്കാഷിക്ക് ഒബിറ്റോനെ നഷ്ടപ്പെടുന്നുണ്ട്, അത് കഴിഞ്ഞ് റിന്നിനെയും നഷ്ടപ്പെടുന്നുണ്ട്. റിന്നിന്റെ ഡെത്താണ് സത്യം പറഞ്ഞാൽ കക്കാഷി ബ്രോക്ക് ആകാനുള്ള ഏറ്റവും പ്രൈമോഡിയൽ റീസൺ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 ടൈൽസ് ജിഞ്ചുറുക്കി ആയിട്ട് മിസ്റ്റിന്റെ ആ ഒരു നിഞ്ചാസിന്റെ പ്ലാനോട് കൂടിയിട്ട് റിന്ന് സെൽഫ് സാക്രിഫൈസ് ചെയ്താന്ന് കാണുന്നവർക്ക് മനസ്സിലാകുമെങ്കിലും താൻ കാരണമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ കക്കാഷിക്ക് ഉണ്ട്. കക്കാഷി ചിതോരിയുമായിട്ട് അവളുടെ മുമ്പിലേക്ക് ഓടിയെടുക്കുന്ന ദൃശ്യം നമുക്ക് മടക്കാനാവുന്നതല്ല. യെസ്, സ്റ്റോറി നമുക്കറിയാം, ഇതൊരു ചോയ്സ് അല്ലായിരുന്നു, ബട്ട് വിധി തന്നെയായിരുന്നു. റിന്നിനെ കൊല്ലുന്ന ആ ഒരു രാത്രിയിൽ തന്നെയാണ് കക്കാഷിയുടെ ഷരിംഗൻ ഫുള്ളി അവൈക്കൺ ആകുന്നത്. സെയിം ടൈം ഇത് കണ്ടുകൊണ്ട് നിന്ന ഒബിറ്റോയുടെ മാഗയ്ക്കും അവൈക്കൺ ആവുന്നത്. കക്കാഷിയുടെ ഹൃദയം അതോടെ തന്നെ നിലച്ചു. അതായത് ഷരിംഗൻ കണ്ണു തുറന്നപ്പോൾ ഹൃദയം അടഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നാളും താൻ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡാർക്ക്നെസ്സിനെ കക്കാഷി സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ വെച്ചാണ് കക്കാഷി അൻബുവിലേക്ക് കിടക്കുന്നത്. When Kakashi stopped feeling, he joined Anbu. റിന്നിന്റെ മരണം കഴിഞ്ഞ് കക്കാഷി അൻബുവിൽ ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. കക്കാഷിയെ പോലെയുള്ള ഒരു യോദ്ധാവ് എന്തുകൊണ്ടും അൻബുവിൽ വേണമെന്നുള്ള ആവശ്യം ഡാൻസോയ്ക്കും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അൻബു എന്ന് പറയുന്നത് ഒരു ഓണർ അല്ലല്ലോ, ഇറ്റ്സ് എ ഗ്രേവ്യാർഡ് ആണ്. ഇമോഷൻസ് ഇല്ലാത്ത ഒരു ഗ്രേവ്യാർഡ് തന്നെയാണ് അൻബു. അൻബുവിലെ കക്കാഷിനെ പറ്റി നറൂട്ടോ ഡേറ്റാ ബുക്ക് വർണ്ണിക്കുന്നത് അസാസിനേഷൻസും ടോർച്ചറും സൈലന്റ് എക്സിക്യൂഷൻസും ബ്ലാക്ക് ഓപ്സ് മിഷൻസും പൊളിറ്റിക്കൽ കില്ലിങ്സും ചെയ്തുള്ള ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു യോദ്ധാവിനെ പറ്റിയാണ്. ഒരു പേരുമില്ല, ഒരു ഗ്ലോറിയുമില്ല, ഒരു ഹെസിറ്റേഷനുമില്ല. ആരെ എപ്പോൾ വേണമെങ്കിലും ഓർഡർ അനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന ദ കോൾഡ് ബ്ലഡഡ് കക്കാഷി.
ദ റൂത്ത്ലെസ് ഇയേഴ്സ് എന്ന് തന്നെയാണ് നറൂട്ടോ ഡേറ്റാ ബുക്കിൽ കക്കാഷിയുടെ അൻബുവിനെ പറ്റി പറയുന്നത്. ഒരു മടിയുമില്ലാതെ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പറയുന്നതനുസരിച്ച് ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്യുക, ഓർഡേഴ്സ് ഒക്കെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക, ഒരു മോറൽസും നോക്കുന്നില്ല. എല്ലാ ഇമോഷൻസിനെ സർപ്രസ് ചെയ്തുകൊണ്ട് കുറച്ച് മാത്രം ഉറങ്ങി ഏറ്റവും കുറച്ച് മാത്രം സംസാരിച്ച് റൂത്ത്ലെസ് ഇയേഴ്സിൽ കൂടെയായിരുന്നു കക്കാഷി കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലിവിങ് വെപ്പണായി മാറി. ഈ ഒരു അൻബു കക്കാഷിനെയാണ് എല്ലാ അലൈഡ് നേഷൻസും പേടിച്ചുകൊണ്ടിരുന്നത്. ബിങ്കോ ബുക്കിലൊക്കെ ഉണ്ടെന്ന് സാബുസോ മൊമാജി വരെ പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, യു ആർ ദ കക്കാഷി ഓഫ് ദി ഷാരിംഗൺ എന്നൊക്കെ പറഞ്ഞ്. ഇത് ഈ അൻബുലെ മിഷൻസ് കാരണമാണ്. ഹി വാസ് ഫേമസ് വേൾഡ് വൈഡ്. അത്തരത്തിലുള്ള ഒരു ലിവിങ് വെപ്പണായിട്ട് കക്കാഷി മാറുക തന്നെയായിരുന്നു. എല്ലാ രീതിയിലും എല്ലാ രാഷ്ട്രങ്ങളും എന്നെ പറയുന്ന അലൈഡ് നേഷൻസ് പോലും കക്കാഷി ഓഫ് ദ ഷാരിംഗണിനെ പേടിച്ചിരുന്നു. ആ ടൈമിലാണ് അദ്ദേഹത്തിന് ദ ലീവ്സ് പെർഫെക്റ്റ് ബ്ലേഡ് എന്ന് പറയുന്ന ഒരു നാമം തന്നെ കിട്ടുന്നത്. എന്നിരുന്നാലും അൻബുലെ കക്കാഷിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയത് ഇറ്റാച്ചി ഉച്ചിഹ മാത്രമായിരുന്നു. നമുക്കറിയാം അൻബു കക്കാഷിയും ഇറ്റാച്ചി ഉച്ചിഹയും അൻബുവിൽ വെച്ച് പാത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അവർ അധികമൊന്നും സംസാരിച്ചില്ല, അവർക്കധികം സംസാരിക്കേണ്ട പോലും ആവശ്യമില്ലായിരുന്നു. ബട്ട് നമുക്ക് സീരീസ് കാണുമ്പോൾ അറിയാം ഇറ്റാച്ചി വളർന്നു വരുന്ന ഒരു കക്കാഷിനെ പോലെ തന്നെയാണ് കക്കാഷി മനസ്സിൽ കണ്ടിരുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടുപേരും ചൈൽഡ് സോൾജേഴ്സ് ആണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. ഒരു കുട്ടിക്കാലം അനുഭവിക്കാതെ സോൾജേഴ്സായി മാറിയവരാണ് ഈ രണ്ടുപേരും. വില്ലേജിന് വേണ്ടി യൂസ് ചെയ്യപ്പെട്ടവരാണ് ഈ രണ്ടുപേരും. എല്ലാ രീതിയിലുള്ള അൺഫോർഗീവബിൾ ആയിട്ടുള്ള ആക്റ്റും ഓർഡറും ഒരു മടിയും കൂടാതെ ചെയ്തവരാണ് ഈ രണ്ടുപേരും. കക്കാഷിക്ക് ഒരു രീതിയിൽ ഇറ്റാച്ചിനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. എന്തിന്, എന്നെ പോലെ ഇവനുമായി പോകുമോ എന്നുള്ള രീതിയിൽ. സോ കക്കാഷിയുടെ ഈ അന്യായമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കൊണ്ട് നമ്മുടെ ഡാൻസ് ഓണിന് അബീസില് അല്ലെങ്കിൽ അൻബുവിൽ തന്നെ ഡിഫറെന്റ് വേർഷൻ ആയിട്ടുള്ള അബീസ് ഉണ്ടല്ലോ, അതിൽ പെർമനന്റ് ആയിട്ട് കക്കാഷിനെ നിർത്തണമെന്നുണ്ടായിരുന്നു. എന്നായിരുന്നാലും നമ്മുടെ കക്കാഷിനെ അങ്ങോട്ട് വിടുവാൻ ഹിറൂസൻ സമ്മതിച്ചില്ല. ഹിറൂസന്റെ ഒരു ഇന്റർവെൻഷൻ കൊണ്ടാണ് കക്കാഷി അതിലേക്ക് പോകാറുന്നത്. ഡാൻസോയുടെ ഐഡിയോളജി അറിയാലോ, ഒരു റൂട്ട് ഐഡിയോളജിയാണ്. ഇമോഷണൽ ഒബീഡിയൻസ് വേണം, പക്കായിട്ട് ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ്. നാടിന്റെ അല്ല, സെൽഫായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മെയിൻലി ഡാൻസോയും പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഹിറൂസൻ കക്കാഷിനെ ഫോഴ്സ്ഡ് ഔട്ട് ചെയ്യുകയായിരുന്നു അൻബുവിൽ നിന്ന്. അതിൽ നിന്നാണ് അദ്ദേഹത്തിനെ ടീച്ചറാക്കിയത്. ആരുടെ? ടീം 7ന്റെ നാറുട്ടോ സാസ്കെ സാക്കുറയുടെ ടീം 7ന്റെ സെൻസേ ആയിട്ട് നമ്മുടെ ഹിറൂസൻ അങ്ങനെ കക്കാഷിനെ നിയമിക്കുകയാണ് ഔട്ട് ഓഫ് അൻബു. അറ്റ് ദ സെയിം ടൈം അൻബു കക്കാഷിനെ വേറെ രീതിയിലേക്ക് പോകാതിരിക്കാൻ ഇറ്റാച്ചിയോടൊപ്പം തന്നെ സഹായിച്ച ഒരാൾ തന്നെയാണ് മൈറ്റ് ഗൈ. മൈറ്റ് ഗൈനെ നമ്മളിവിടെ സ്മരിക്കേണ്ടതാണ്. എന്നിരുന്നാലും അങ്ങനെ ഹിറൂസന്റെ ആജ്ഞ പ്രകാരം കക്കാഷി തിരിച്ച് അധ്യാപകരത്തിലേക്ക് വരികയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം കക്കാഷി വലിയ കെയറെങ്കിലും കൊടുത്തില്ലെങ്കിലും നാറുട്ടോ സാസ്കെ സാക്കുറോ അൻബുവിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ കക്കാഷിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്ത്? ഫീൽ അഗെയിൻ, ഇമോഷൻസിനെ ഫീൽ ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ 3 പേരും കക്കാഷിനെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ടീം 7 ഒരു അബ്സല്യൂട്ട് സ്ട്രെങ്ത് തന്നെയായിരുന്നു, ഒരു റിഡംഷൻ ആയിരുന്നു കക്കാഷിക്ക്. ഇനി എന്തുകൊണ്ട് കക്കാഷി അത്രയും ഡേഞ്ചറസ് ആയിരുന്നു അൻബു വേർഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറുട്ടോ ഡേറ്റാ ബുക്കിലെ പവർ വൈസിൽ കക്കാഷിനെ എലൈറ്റ് ടൈജിറ്റ്സു ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ മൈറ്റ് ഗൈയുടെ ടൈജിറ്റ്സു ആയിട്ട് കക്കാഷിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഷാരിംഗൺ മാസ്റ്ററി, ഒരു കണ്ണുള്ളേ ഒന്ന് ഓർത്തു വയ്ക്കണം. മോസ്റ്റ് ഓഫ് ദി ഉച്ചിഹൈസേനേക്കാൾ നന്നായിട്ട് ഷാരിംഗൺ ഉപയോഗിച്ച ഒരാളാണ് കക്കാഷി. പിന്നെ ലൈറ്റ്നിങ് ബ്ലേഡ് അസാസിൻ സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അതിൽ തന്നെ സൈലന്റ് കില്ലിംഗ് ടെക്നിക്സിലും ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ കക്കാഷി. ഒരു ടാക്ടിക്കൽ ജീനിയസ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ മെന്റലി നോക്കുകയാണെങ്കിലും ഒരു ഹെസിറ്റേഷനും ഇല്ല, ഒരു കരുണയില്ല, ഒരു മേഴ്സിയില്ല, ഒരു മരണത്തോടുള്ള ഭയവുമില്ല. അതെന്തിനാണ്? അദ്ദേഹം ഫൈറ്റ് ചെയ്ത ഹോണറിന് വേണ്ടിയൊന്നും അല്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അങ്ങ് ക്വിക്ലി അങ്ങ് ഫൈറ്റ് ചെയ്ത് വിടുകയായിരുന്നു. ഒരു തരത്തിൽ കിഷിമോട്ടോ അവതരിപ്പിച്ചിരിക്കുന്ന അൻബു കക്കാഷിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ സത്യം പറഞ്ഞ ഷിനോബി സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു വാറിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കും. ചിൽഡ്രനെ എന്തുകൊണ്ട് വെപ്പണായിട്ട് കരുതുന്ന കിഷിമോട്ടോ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. കക്കാഷിയുടെ ആ ഒരു മെന്റൽ കപ്പാസിറ്റി എൻ്റെ മോനെ വേറെ ലെവല് സാധനം. ഒരു തരത്തിൽ അൻബു സർവൈവ് ചെയ്തെന്ന് മാത്രമേ നമുക്ക് കക്കാഷിനെ പറ്റി പറയാൻ തരുള്ളൂ. ബട്ട് അവൻ്റെ സോളിനെ നിയർലി ഇറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ കക്കാഷി റൂത്ത്ലെസ് ആയിരുന്നില്ല നേച്ചർ. ബൈ നേച്ചർ ഹി വാസ് നോട്ട് റൂത്ത്ലെസ്, ബട്ട് വി ഹാസ് ട്രെയിൻ ടു ബി റൂത്ത്ലെസ് എന്ന് തന്നെ പറയാം. ഞാൻ നാറുട്ടോ ഡേറ്റാ ബുക്ക് ഒന്ന് എടുത്ത് പരിച്ച് നോക്കിയപ്പോൾ അൻബു കക്കാഷിയാണ് ഇറ്റാച്ചിനേക്കാളും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത്. നമുക്കറിയാം ഇറ്റാച്ചി എൻറ്റയർ ക്ലാനിനെ തന്നെ മാസ്കാര ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനേക്കാളും 200-300 അധികം മിഷൻസ് പൂർത്തിയാക്കിയത് കക്കാഷി ഹട്ടാക്കിയ തന്നെയാണ്. 13-ാം വയസ്സിൽ അൻബുവിൽ എൻ്റർ ചെയ്യുന്ന കക്കാഷി അൻബു വിടുന്നത് 26-ാമത്തെ വയസ്സിലാണ്. 13 വർഷം കൊണ്ട് പോസ്റ്റ് തേർഡ് വാർ ക്ലീനപ്പ് മുതൽ അങ്ങോട്ട് സൈലന്റ് എലിമിനേഷൻ മിഷൻസ് വരെ കക്കാഷി ചെയ്യുന്നുണ്ട്.
ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മദാരനെ പോലെ ഒന്നും കിൽ ചെയ്തിട്ടില്ല. മദാരയൊക്കെ തൗസൻഡ്സ് ആണ്. ഇത് ഇറ്റാച്ചിയും നമ്മുടെ കക്കാഷിയൊക്കെ ഹൺഡ്രഡ്സേ ഉള്ളൂ. എന്നിരുന്നാലും ഇറ്റാച്ചിയേക്കാളും ഹയർ ആണ്. ഒരു മോൺസ്റ്റർ അല്ല കക്കാഷി, ബട്ട് സ്റ്റിൽ ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. ഇത്രയുമൊക്കെയാണ് നമുക്ക് ദ കോൾഡ് ബ്ലഡഡ് കക്കാഷിയെ പറ്റി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അടുത്തൊരു നാറുട്ടോ റിലേറ്റഡ് ക്യാരക്ടർ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Told you long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul.